السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ഏറെ ബഹുമാന്യരും ആദരണവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകൈകനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ മേഖലകളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലും മുത്തഖീങ്ങളുടെ കൂട്ടത്തിലും നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഏറെ മഹോന്നതമായ ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ധാരാളമായ ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കേണ്ട ഒരു അനുഗ്രഹീതമായ മാസങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട്, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ആയുഷ്കാലത്തിന്റെ ഒരു റമളാനിന്റെ പകുതി ദിവസങ്ങൾ
പകുതി മാസവും നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അവസാന നാളുകളിലേക്കാണ് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതു ദിനത്തിന്റെ പർച്ചേസിങ്ങുകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമെന്നും കൂടി പറയാം. നാം ഒക്കെ കാത്തിരിക്കുന്നത് ഒരു സുദിനത്തിലേക്കാണ്. എന്നാൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ 15 ദിവസം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായി എന്ന് ഓരോരുത്തരും സ്വയം വിചാരണം ചെയ്യേണ്ടത് ഒന്ന് നല്ലതാണ്. കാരണം അള്ളാഹുവിന്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് നമുക്ക് ലഭിച്ച ഈ റമളാൻ കേവലം ഭക്ഷണത്തിന്റെ മാസമായി അന്നവും പാനീയവും വെറൈറ്റി ഫുഡുകളുടെ ദിവസങ്ങളാക്കിയിട്ട് മാത്രമാണോ നമ്മുടെ 15 ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്? അതല്ല, എന്റെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങളുമായിട്ടാണോ എന്റെ റമളാൻ എന്നിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട നിമിഷങ്ങളിലൂടെയാണ് മുത്തുമുഅ്മിനീങ്ങളെ നാം ഓരോരുത്തരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ കേവലം ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും അതല്ലെങ്കിൽ പർച്ചേസിംഗിന്റെയും മാസമല്ല എന്ന് നമുക്ക് തുടക്കം മുതലേ അറിയാം, അവസാനം വരെ അറിയാം. ഇനി വരാൻ പോകുന്ന റമളാനിലും നമുക്കറിയാം. എല്ലാം വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അത് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നാം ഒക്കെ നമ്മുടെ റമളാനിലെ എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അതല്ലെങ്കിൽ പുണ്യകരമായ ഈ ദിവസങ്ങളെ എങ്ങനെയാണ് ഞാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ഒന്ന് സ്വന്തം വിചാരണ നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അങ്ങനെ വിചാരണ നടത്താതെയാണ് നമ്മുടെ റമളാൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ നാളെ പാരത്രിക ജീവിതത്തിലേക്ക് കടന്നെത്തുമ്പോൾ, നോമ്പുകാരനായി ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് പാരത്രിക ജീവിതത്തിലേക്ക് കടന്നെത്തുമ്പോൾ നോമ്പുകാരനല്ലാതെ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്റെ റമളാനിനെ എനിക്ക് പരിശോധിക്കണം. എന്റെ റമളാൻ മാസത്തിന്റെ പ്രവർത്തനങ്ങളെ എനിക്ക് പരിശോധിക്കണം. എന്റെ റമളാൻ കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്, എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കേണ്ടത് നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാൻ, എങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ റമളാൻ എന്ന് ചരിത്രത്തിലേക്ക് കടന്നു ചെന്നാൽ നമുക്കറിയാം. പ്രവാചകന്റെ റമളാൻ ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ റമളാനായിരുന്നില്ല. പാനീയങ്ങളുടെ ഉത്സവങ്ങളായ ഒരു റമളാനായിട്ടല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ റമളാനൊക്കെ കഴിഞ്ഞുപോയത്. സ്വഹാബത്തൊക്കെ വെറൈറ്റി ഫുഡുകൾ കൊണ്ടല്ല റമളാനിനെ ആഘോഷിച്ചത്, റമളാനിനെ വരവേൽത്തത്, റമളാനിനെ പൂർത്തീകരിച്ചത്. മറിച്ച് പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ടും, വേർപാടുകൾ കൊണ്ട്, കണ്ണുനീരുകൾ കൊണ്ട്, ത്യാഗങ്ങൾ കൊണ്ടും ചോരകൾ കൊണ്ടായിരുന്നു അവരൊക്കെ റമളാനിനെ അവർ വരവേറ്റതും സ്വീകരിച്ചതും പൂർത്തീകരിച്ചതും. അങ്ങനെയായിരുന്നു അല്ലെ? ഇസ്ലാമിക ലോകത്തിൽ നമുക്കറിയാം, ഇസ്ലാമിക ലോകത്തിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ആദ്യ യുദ്ധം അത് ബദർ യുദ്ധമാണ്. എപ്പോഴാണ് നടന്നത്? പരിശുദ്ധമായ റമളാനിലാണ്. ഹിജ്റ 2-ാം വർഷം 17 റമളാൻ 17ന്റെ എന്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ തുടക്കത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുക അല്ലെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിൽ നിന്ന് കൊടും പീഡനം അനുഭവിച്ച്, പ്രയാസങ്ങൾ അനുഭവിച്ച്, എല്ലാ വിഷങ്ങൾ അനുഭവിച്ച്, പ്രവാചകനെ മർദ്ദിച്ച്, സ്വഭാവത്തിനെ അപമാനിച്ച്, എല്ലാം കൊണ്ട് കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ അറേബ്യൻ കാലഘട്ടത്തിലെ മക്കത്തില് പ്രവാചകനും അനുയായികളും അനുഭവിച്ച ആ പ്രയാസത്തിന്റെ ആ നടുവിൽ പ്രവാചകൻ ഒരു തീരുമാനമെടുക്കുകയാൽ, സ്വഹാബത്ത് ഒരു തീരുമാനമെടുക്കുകയാൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം പോവുക, ഹിജ്റ പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നു വന്നുകൊണ്ട് അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് പ്രവാചകനും സ്വഹാബത്തും. പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് യാത്ര പോവുകയാൽ
ഹിജ്റ പോവുകയാണ്. ശത്രുക്കളുടെ, സ്വന്തം കുടുംബക്കാരുടെ, സ്വന്തം കൂട്ടുപറപ്പുകളുടെ, സ്വന്തം വേണ്ടപ്പെട്ടവരുടെ പ്രയാസങ്ങളും അടികളും തുപ്പലുകളും കാച്ചലുകളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് അതാ പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്കയിൽ നിന്ന് ഒരു വസ്തുവും മുസ്ലിമീങ്ങളായ പ്രവാചകൻക്കും അനുയായികൾക്കും കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കുന്നില്ല. അവരുണ്ടാക്കിയ കച്ചവടത്തിന്റെ സമ്പൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു, തറവാടിത്വം ഉണ്ടായിരുന്നു, അവർക്ക് കൃഷിമേഖലകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം മക്കയിലെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു, പ്രവാചകന്റെ അനുയായികൾക്കുണ്ടായിരുന്നു. പക്ഷേ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഇതൊന്നും കൊണ്ട് മദീനയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട്, എല്ലാം ത്യാഗം അനുഭവിച്ചുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുമ്പേ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, പരിശുദ്ധമായ മതത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരവും കൂടി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിക്കുകയാണ്. സഅദേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞങ്ങള് ഹിജ്റ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും എല്ലാം കൊണ്ടും ത്യാഗം ചെയ്ത് സ്വന്തം വീടിനെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം കച്ചവടത്തെയും സ്വന്തം എല്ലാം എന്തൊക്കെ മദീനയിലെ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടോ എല്ലാം അങ്ങ് അതാ പ്രവാചകന്റെ അനുയായികൾക്ക്, അവിടുത്തെ മുഹാജിരീങ്ങൾക്ക്, ആ മദീനയിലെ അൻസ്വാരികൾ എല്ലാം കൊണ്ട് അവിടെ ത്യാഗം ചെയ്യുകയാണ്. പ്രവാചകനെ രണ്ട് കൈ നീട്ടിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മദീനക്കാർ, അൻസ്വാരികൾ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ മദീനയിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഇസ്ലാമികമായ ആശയാദർശത്തിന്റെ മഹിതമായ സന്ദേശത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് മക്കയിൽ നിന്ന് സ്വഹാബത്തും പ്രവാചകനും വിട്ടയച്ചു വന്ന സ്വത്തുക്കളുണ്ടല്ലോ, പ്രവാചകനും അനുയായികളും വിട്ടയച്ചു വന്ന സമ്പത്ത് മത്സരങ്ങളുണ്ടല്ലോ, അതെല്ലാം അവിടുത്തെ മക്കക്കാർ ശേഖരിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു കൂട്ടം സൈന്യത്തെ, ഒരു കൂട്ടം കച്ചവട സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഷാമിലേക്ക് ആ എല്ലാ സ്വത്തുക്കളെ വിൽപ്പന നടത്തിയിട്ട് ഒരു കൂട്ടം പണമുണ്ടാക്കിയിട്ട് കച്ചവടം നടത്താൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തില് ആ മക്കക്കാർ ഷാമിലേക്ക് കച്ചവടം നടത്താൻ വേണ്ടി ഒരു കൂട്ടം കച്ചവടക്കാരെ പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു തീരുമാനമുണ്ടാവുകയാണ്. ഷാമിലേക്ക് കച്ചവട സംഘം പുറപ്പെടുന്ന സന്ദർഭത്തില് അവിടെ നിന്നൊരു നിർദ്ദേശം വരികയാണ്. ഷാമിലേക്ക് പോയി കച്ചവടമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ലാഭ പൈസയിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിച്ച് മദീനയിലിരിക്കുന്ന മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് തുറത്താൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള തീരുമാനമാണ് അവിടെ മക്കത്തിൽ നിന്ന് ഉണ്ടാവുക. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവട സംഘമൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി തയ്യാറാകുന്നത്. ഈ വിവരം മദീനയിലിരിക്കുന്ന പ്രവാചകനിലേക്ക് എത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മെസ്സേജ് എത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അൻസ്വാരികളും മുഹാജിറുകളൊക്കെ ചേർന്നുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പ്രവാചകനും അനുയായികളും പുറപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നെത്തിയത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാനാണെങ്കിൽ, പക്ഷേ ഈ വിവരം അബൂജഹൽ അറിയുകയാണ്. അബൂജഹല് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ മുഹമ്മദും കൂട്ടരും തയ്യാറാണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവിടെയാണ് ബദ്ർ യുദ്ധത്തിന്റെ തുടക്കമുണ്ടാവുക. അവിടെയാണ് ബദ്ർ യുദ്ധത്തിന്റെ തുടക്കമുണ്ടാകുന്നത്. അവിടെയാണ്. അങ്ങനെയാണ് ബദ്ർ യുദ്ധത്തിന് വേണ്ടി അബൂ സുഫിയാനും കൂട്ടരും തയ്യാറാകുന്നത്. ഈ ബദ്ർ യുദ്ധം എന്നുള്ള പേര് വരാനുള്ള കാരണം മദീനയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള ബദ്ർ എന്ന് പറയുന്ന പ്രദേശത്തിലാണ് ഈ യുദ്ധം നടക്കുക.
ഈ സംഭവം നടക്കുക. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് ബദർ എന്ന് പേര് വരാനുള്ള കാരണം. അങ്ങനെ ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിവരം അറിഞ്ഞു. പ്രവാചകനിലേക്ക് മെസ്സേജ് കടന്നു വന്നു. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ പോയതിന്റെ പേരിൽ അബൂജഹലും ഒരു കൂട്ടരും അവരെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാൻ? ഒരു യുദ്ധം നടത്താൻ വേണ്ടി. ആരുമായിട്ട്? മുഹാജിറുകളും അൻസാരികളുമായിട്ട് അടങ്ങിയ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിമീങ്ങളുമായിട്ടാണ് ഒരു യുദ്ധം. ആരാൻ അബൂജഹൽ? ആരാൻ അബൂ സുഫിയാൻ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വേറെ മതക്കാരനല്ല, വേറെ ജാതിക്കാരനല്ല, വേറെ രാഷ്ട്രീയക്കാരനല്ല, ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനല്ല. സ്വന്തം കുടുംബമാൻ, പ്രവാചകന്റെ കുടുംബമാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആൾക്കാരാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലും അബൂജഹലിന്റെ നേതൃത്വത്തിലും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി. മുസ്ലിമീങ്ങളെ കയ്യിൽ എന്തുണ്ട്? യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായ സന്ദേശം ലഭിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശ ലോകത്തിൽ നിന്ന് ജിബ്രീൽ കടന്നു വന്ന് എല്ലാവിധ സന്ദേശങ്ങളും എത്തിക്കുന്നുണ്ട്. വഹീ മുഖേന എവിടെയാണ് യുദ്ധം നടക്കുക, എങ്ങനെയാണ് യുദ്ധം നടക്കുക, എവിടെയാണ് അബൂജഹൽ പരിക്കേറ്റ് വീഴുക, എവിടെയാണ് ശത്രുക്കൾ ഓരോരുത്തരും എവിടെയാണ് മരണപ്പെട്ടു വീഴുക എന്നുള്ള കൃത്യമായ രേഖ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ ലഭിക്കുകയാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒറ്റക്കുള്ള തീരുമാനം അവിടെ എടുത്തിട്ടില്ല. എനിക്കെല്ലാം അറിയാം, ജിബ്രീൽ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കുള്ള തീരുമാനം പ്രവാചകൻ എടുത്തിട്ടില്ല. മറിച്ച് അവിടെ ഇരിക്കുന്ന അൻസ്വാരികളെയും മുഹാജിറുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം ഒരു ശ്വാറാ നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശൂറ നടത്തുകയാണ്, ഒരു കൂടിയാലോചന നടത്തുകയാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വഹാബത്തെ, നമ്മെ ആക്രമിക്കുവാൻ വേണ്ടി, നമ്മോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂജഹലും കൂട്ടരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക, എങ്ങനെയാണ് അതിനെ ഞങ്ങൾ നേരിടുക എന്നുള്ള ഒരു കൂടിയാലോചനത്തിന് വേണ്ടിയാണ് സ്വഹാബ നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിച്ചു കൂട്ടിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുക്തമായി പറയണം. നിങ്ങൾ പേടിക്കാൻ പാടില്ല, നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. യുദ്ധം നടത്തണോ, യുദ്ധം നടത്തണ്ടയോ, അതല്ലെങ്കിൽ എങ്ങനെ നടത്തണം, ഏത് തരത്തിൽ നടത്തണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കി തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം സ്വഹാബ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് മുഹാജിറുകളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മുഹാജിറുകളിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അങ്ങനെ മുഹാജിറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്വഹാബത്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയേ, മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞതുപോലെ അങ്ങും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോലോ, എന്നിട്ട് ഞങ്ങൾ കടന്നു വരാമെന്നുള്ള അങ്ങനെയുള്ള വാക്ക് ഞങ്ങൾ പറയില്ല നബിയെ. അങ്ങയെ സൃഷ്ടിച്ച നാഥൻ തന്നെയാണ് സത്യം. അങ്ങയിലേക്ക് ഈ സത്യാസത്യത്തിന്റെ അവകാശം തന്നവനായ റബ്ബ് തന്നെയാണ് സത്യം. അങ്ങെവിടേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത്, അങ്ങെവിടേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത്, അങ്ങെവിടെ എന്താണോ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, അത് നബിയെ ഞങ്ങൾ മുക്തമായി സ്വീകരിക്കാൻ തയ്യാറാണ്, നമുക്കതിലൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പ്രവാചകൻ പറഞ്ഞു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, എന്താണ് സ്വഹാബ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളതൊന്ന് തുറന്നു പറ സ്വഹാബ എന്ന് വീണ്ടും പ്രവാചകൻ ചോദിച്ചു. രണ്ടാമത്തെ പ്രാവശ്യവും മുഹാജിരീങ്ങൾ മറുപടി പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട, അങ്ങ് ഭയക്കണ്ട നബിയെ, എന്താണോ അങ്ങേക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ആ നിർദ്ദേശത്തിന് താങ്കൾ റെഡിയായിക്കൊള്ളുക, അങ്ങയുടെ പിൻഗാമികളായി ഞങ്ങൾ ഉണ്ടാകും എന്ന് അവിടെ നിന്ന് മുഹാജിറുകൾ പറഞ്ഞു.
മൂന്നാമത്തെയായും ചോദിച്ചു പ്രവാചകൻ. മൂന്നാമത്തെ പ്രാവശ്യവും പ്രവാചകൻ ചോദിച്ചു, എന്താണ് സുഹാബ അഭിപ്രായം? അഭിപ്രായങ്ങൾ വരട്ടെ സ്വഹാബത്തെ എന്ന് ചോദിച്ചു. ഇത് അവിടെ നിന്ന് സദസ്സിലിരിക്കുന്ന അൻസ്വാരികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിലേക്ക് മനസ്സിലായി പ്രവാചകൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അൻസ്വാരികളോടാണ്. അൻസ്വാരികളുടെ പ്രതികരണത്തെയാണ് പ്രവാചകൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അങ്ങ് ആവശ്യപ്പെടുന്നത് അൻസ്വാരികളുടെ തീരുമാനമാണോ? എന്നാൽ അൻസ്വാരികളുടെ തീരുമാനം പറയാ, അങ്ങയിലേക്ക് സത്യാസത്യത്തിന്റെ ആ ഒരു വിപ്ലവം അങ്ങേക്ക് നൽകിയ നാഥൻ തന്നെയാണ് സത്യം. അങ്ങ് ഞങ്ങളോട് ആ കാണുന്ന പുഴയുടെ മുകളിലേക്ക് സഞ്ചരിക്കാൻ പറഞ്ഞാൽ ഒരു കൂട്ട സൈന്യമായി അങ്ങയുടെ പിറകിൽ ഞങ്ങൾ നടക്കാൻ തയ്യാറാണ് നബിയെ. ഒരിക്കലും ഞങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നടക്കാനെന്ന് കൽപ്പിച്ചാൽ ആ കൽപ്പന ഒരു തെല്ലും ലംഘിക്കാതെ, ഒരൽപ്പവും ആ കൽപ്പനത്തിലേക്ക് മാറ്റം വരുത്താതെ ആ പർവ്വതത്തെ കയറിറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ, അൻസ്വാരികൾ സന്നദ്ധമാണ് നബിയെ എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസ്വാരികളുടെ നേതാവായി പ്രവാചകനിലേക്ക് മറുപടി കൊടുക്കുകയാണ്. ആ സമയത്തില് സന്തോഷത്തോടുകൂടി പ്രവാചകൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഈ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം മക്കയിൽ നിന്ന് ഹിജറ കടന്നു വന്ന മുഹാജിരീങ്ങളെ എല്ലാം കൊണ്ട്, ത്യാഗം കൊണ്ട്, എല്ലാം കൊണ്ട്, കുടുംബം കൊണ്ട്, വീട് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, കച്ചവടങ്ങൾ കൊണ്ട് സ്വീകരിച്ചവർ അൻസ്വാരികളാണ്, അൻസ്വാരികളായിരുന്നു. ആ അൻസ്വാരികളുടെ വാക്കിനെയാണ് ഞാൻ വിലകൽപ്പിക്കുന്നത്. അവരുടെ വാക്കാൻ എനിക്ക് ഏറ്റവും നിർബന്ധമായതും ആവശ്യമായതുമെന്ന് പ്രവാചകൻ ഗദ്ഗദനായിക്കൊണ്ട് അവിടെ നിന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാൽ പ്രവാചകൻ ഓരോ സാഹചര്യത്തിന്റെയും, ഓരോ നിമിഷത്തിന്റെയും, ഓരോ പ്രവർത്തനത്തിന്റെയും എല്ലാം കൊണ്ട് സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തിക്കൊണ്ടായിരുന്നു ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നത്. കേവലം 300 ചില്ലര മാത്രം വരുന്ന മുസ്ലിമീങ്ങളുമായി 3 ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെ നേരിടാൻ വേണ്ടി പ്രവാചകനും കൂട്ടരും തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പഠിക്കാനുണ്ട് ബദർ യുദ്ധത്തില്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ബദർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ആ ബദർ യുദ്ധം നടന്ന ദിവസത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ്. ആ ദിവസത്തെ പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ്, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്നാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത്. കാരണം ബദർ യുദ്ധം നടക്കുന്നത് സത്യത്തിന്റെ മാർഗത്തിലാണ്, സത്യത്തിന്റെ വേണ്ടിയാണ്. എന്താണ് സത്യം? അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഏതാണ് സത്യം? ഏതാണ് സത്യം? തൗഹീദാണ് സത്യം. എന്താണ് തൗഹീദ്? ഒറ്റപ്പെടുത്തലാൽ. ആരെയാണ് ഒറ്റപ്പെടുത്തേണ്ടത്? ഇലാഹായ റബ്ബിനെയാണ്. ആരാണ് റബ്ബ്? ആകാശങ്ങളെ സൃഷ്ടിച്ചവനാ, ഭൂമിയെ സൃഷ്ടിച്ചവനാൻ, ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചവനാൻ. അവനാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാണ് സകലതവും നൽകിക്കൊണ്ടിരിക്കുന്നത്, അവനാണ് നമ്മിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ തടയുന്നവനും അവനാൻ, നമ്മുടെ ആഫിയത്ത് നഷ്ടപ്പെടുത്തുന്നതും അവനാൻ, നമുക്ക് ആരോഗ്യം നൽകുന്നത് അവനാൻ, നമുക്ക് ഭക്ഷണം നൽകുന്നത് അവനാൻ, നമ്മുടെ ഭക്ഷണം തടയുന്നത് അവനാൻ, നമ്മുടെ കുടുംബത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും അവനാൻ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതും അവനാൻ, കച്ചവടത്തിൽ ലാഭം നൽകുന്നതും അവനാൻ, കച്ചവടത്തിൽ നഷ്ടം നിറഞ്ഞതും അവനാൻ. അവനാണ് റബ്ബ്. അവനെ ഒറ്റപ്പെടുത്തണം. എങ്ങനെ ഒറ്റപ്പെടുത്തണം? അവനിലേക്ക് കൊടുക്കേണ്ട കാര്യം ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും അത് മറഞ്ഞിട്ടോ മൺമറഞ്ഞിട്ടോ അതെങ്ങനെയെങ്കിലും ശരി അതില്ല, അതിലൊരു കോംപ്രമൈസും ഇല്ല. ആ കോംപ്രമൈസ് നടത്താത്തതിന്റെ പേരിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുക. ആ യുദ്ധമാണ് ബദർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോംപ്രമൈസിന്റെ പേരിൽ, കോംപ്രമൈസ് നടത്താത്തതിന്റെ പേരിൽ, അഡ്ജസ്റ്റ്മെന്റ് നടത്താത്തതിന്റെ പേരിൽ നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഭയന്നില്ല, പേടിച്ചോടിയില്ല. അവര് ഒരിക്കലും പ്രവാചകനോട് പരാതി പറഞ്ഞില്ല. പ്രവാചകനും കൂട്ടരും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോൾ 70 ഒറ്റകങ്ങൾ മാത്രമാണ് സ്വഹാബത്തിന്റെ കൂടെയുള്ളത്. 3 കുതിര മാത്രമാണ്
സ്വഹാബത്തിന്റെ കൂടെയുള്ളത് 300 ചില്ലാര ആൾക്കാരുണ്ട്. ഒരു ഒട്ടകത്തിൽ 4 പേര് പോയാലും, ഒരു ഒട്ടകത്തിൽ 4 ആൾക്കാർ ഇരുന്നാലും പോലും തികയാത്ത ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടാവുക. എങ്ങനെയാണ് യുദ്ധഭൂമിയിലേക്ക് 70 ഒട്ടകവുമായി കടന്നു പോകുക എന്നുള്ള അഭിപ്രായങ്ങൾ കടന്നു വന്നപ്പോൾ അല്പം നേരം ഒരുത്തനിരിക്കും, പിന്നീട് അല്പം നേരം മറ്റൊരുത്തനിരിക്കും, പിന്നീട് അല്പം നേരം മറ്റൊരുത്തനിരിക്കും. ഇങ്ങനെ പകരം ഇരുന്നു കൊണ്ട് മാറിയിരുത്തത്തിന്റെ ഇരുത്തം നടത്തിക്കൊണ്ട് ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു പോകണം. ആ സന്ദർഭത്തില് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, നബിയെ അങ്ങേക്കൊരു ഒട്ടകം തരാ, ആ ഒട്ടകത്തിൽ അങ്ങ് ഇരിക്കണം, എന്നിട്ട് അങ്ങയുടെ ഒട്ടകം മാറ്റുകയില്ല, അങ്ങ് ബദറിന്റെ ഭൂമിയിലേക്ക് എത്തുന്നത് വരെ അങ്ങ് ആ ഒട്ടകത്തിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശനം സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്തിനോട് തിരിച്ചു പറഞ്ഞ നേതാവിന്റെ വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാരായി പറയപ്പെടുന്ന അനേകമായിരം ആൾക്കാരെ സമൂഹത്തിലും സമുദായത്തിലും നമുക്ക് കാണാൻ സാധ്യമാണ്. അവർക്കൊക്കെ മാതൃക പ്രവാചകനിലുണ്ട്. നേതാവായി നടന്നാൽ പോരാ, ആ നേതാവിന്റെ മാറ്റങ്ങൾ, ആ നേതാവിന്റെ തീരുമാനങ്ങൾ, ആ നേതാവിന്റെ ആ ഊർജ്ജസ്വരങ്ങൾ പ്രവാചകനിൽ നിന്ന് പഠിക്കണം. ആ പ്രവാചകൻ പറഞ്ഞു, സുഹാബ, നിങ്ങളെക്കാൾ ആരോഗ്യവനായി ഞാനുണ്ട്, നിങ്ങളെക്കാൾ നടക്കാൻ ശക്തിയുള്ള ശക്തമായ ആൾ ഞാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓഫർ എനിക്ക് വേണ്ട. എന്റെ സമയം വരുമ്പോൾ ഞാൻ ഇരിക്കാം, എന്റെ സമയം നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒട്ടകത്തിന്റെ ആ വലിയ കയറും പിടിച്ച് ഞാൻ നടക്കാമെന്ന തീരുമാനം പ്രവാചകൻ പറയുകയാണ്. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്ക് സമൂഹത്തിൽ ചില നേതാക്കന്മാരെന്ന് പറയപ്പെടുന്നവരെ കാണാൻ സാധിക്കും. അവരുടെ ഒന്ന് വേദിയുടെ അടുത്തേക്ക്, സ്റ്റേജിയുടെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ അതിന് വലിയ ആഘോഷമായി നടക്കുന്നവരുണ്ട്, അല്ലേ? അതൊക്കെ ഒരു പരിഗണനയായി, ഒരു ബഹുമാനമായൊക്കെ കാണിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബഹുമാനം കാണിക്കുന്നതിനിടയിൽ എത്ര ആൾക്കാർക്കാണ് തടസ്സമുണ്ടാവുക, എത്ര ആൾക്കാരാണ് പ്രയാസം അനുഭവിക്കുക, ഇതൊന്നും നേതാക്കൾ ചിന്തിക്കുകയില്ല. എന്നാൽ നമ്മുടെ മുത്തുനബി അതാലോചിച്ചു. നമ്മുടെ മുത്തുനബി അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി. അവിടുന്ന് നബി പറഞ്ഞു, സ്വഹാബ, നിങ്ങളെക്കാൾ നടക്കാൻ ശക്തൻ ഞാനാണ്. അതുകൊണ്ട് എന്റെ സമയം വരുമ്പോൾ ഞാൻ ഇരിക്കാം, എന്റെ സമയം വരുമ്പോൾ ഞാൻ നടക്കാം, ഞാൻ തയ്യാറാൻ. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ സമയം, ബദറിന്റെ സാഹചര്യം നമുക്ക് പലർക്കും അറിയാം. വിദേശത്തിൽ ചെന്നെത്തിയാൽ ആ ബദർ മരുഭൂമിയിലേക്ക് ചെന്നെത്തുമ്പോഴത്തേക്കും അവിടത്തിന്റെ ചൂട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മരുഭൂമിയിലേക്കൊന്ന് കാൽകുത്തിയാൽ അതിന്റെ കാഠിന്യം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വേദനയിൽ, ആ കാഠിന്യത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരു നേതാവ് തയ്യാറാവുകയാണ്. നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും. എങ്ങനെയാണോ എന്റെ സ്വഭാവം നടക്കുന്നത്, എങ്ങനെയാണോ എന്റെ സ്വഭാവം ഇരിക്കുന്നത്, അതേ സമയത്തിൽ ഞാൻ ഇരുന്നുകൊണ്ട്, അതേ സമയത്തിൽ ഞാൻ നടന്നുകൊണ്ട് ഞാൻ വരാം സ്വഹാബ എന്ന് ഒരു നേതാവ് പറഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു മഹിതമായ സന്ദേശമാണ് ആ ജീവിതത്തിൽ പഠിക്കാനുള്ളത്. സ്വഹാബത്ത് പട്ടിണിയിടാൻ, സ്വഹാബത്ത് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പട്ടിണിയാൻ. അവർ ബിരിയാണി കഴിച്ചിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല, അല്ലേ? അത്താഴത്തിന് എന്ത് കഴിച്ചാലാണ് മഗ്രിബ് വരെ വയറ് നല്ല ശക്തിയായി നിർത്താൻ കഴിയുമെന്നുള്ള തീരുമാനത്തില് അത്താഴത്തിന് ബിരിയാണി കഴിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അത്താഴത്തിന്റെ നാശമേ ഉണ്ടാക്കി തീരുമെന്ന് കുടുംബത്തോടും വീട്ടുകാരോടും വാശി പിടിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അത്താഴത്തിന് ഇന്ന ഭക്ഷണം പ്രത്യേകിച്ച് എന്റെ തീന്മേശയിൽ ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ മനസ്സിലാക്കി കൂട്ടരെ, മനസ്സിലാക്കി മുസ്ലിമീങ്ങളെ, മനസ്സിലാക്കി സഹോദരന്മാരെ, അതേ റമദാനിൽ സ്വഹാബത്ത് യുദ്ധഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പട്ടിണിയാൻ. നോമ്പാൻ അത്താഴവും പട്ടിണിയാൻ, നോമ്പാൻ അത്താഴവും പട്ടിണിയാൻ. യുദ്ധത്തിലേക്ക് പോകുമ്പോൾ യുദ്ധഭൂമിയിൽ മഗ്രിബിന്റെ സമയമായി കഴിക്കാൻ എന്തുണ്ട്? ചിലർ കീശയിലേക്ക് കൈയിട്ട്, കമ്മീസിന്റെ കീശയിലേക്ക് കൈയിട്ട് കൊണ്ട് അവർ തെരയുകയാണ്. എന്തുണ്ട് തിന്നാൻ? കാരക്ക കഷ്ടം മാത്രമാണ്. അത് എല്ലാവരുടെ കയ്യിലില്ല, ചിലരുടെ കയ്യിൽ മാത്രം. ചിലരുടെ കയ്യിൽ കാരക്ക കഷ്ടങ്ങൾ മാത്രമാണ്. ഇതിനെ പിടിച്ചുകൊണ്ട് എന്റെ കീശയിരിക്കുന്നത് ഞാൻ കടിച്ചിട്ട് എനിക്ക് ഒരു ഊർജത്തോടെ നിൽക്കാമെന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നിട്ടില്ല.
കീശയിൽ ആരുടെ കീശയിലൊക്കെ കാറക്കയുണ്ടോ അതെടുത്ത് പ്രവാചകന്റെ മുമ്പോട്ട് നീട്ടിവെക്കുകയാണ്. എന്റെ കീശയിൽ ഒരു കാറക്കയുണ്ട്, എന്റെ കീശയിൽ ഒരു കാരക്കയുണ്ട് നബിയെ എന്ന് നീട്ടിക്കാണിക്കുകയാണ് പ്രവാചകനിലേക്ക്. അതിന് കീരി മുറിച്ചുകൊണ്ട് അതിന് ഷെയർ നടത്തുകയാണ്. അല്ലെ, എന്തൊരു സാഹോദര്യ ബന്ധം, എന്നൊരു സാഹോദര്യ ബന്ധമാണ് സ്വഹാബത്ത് നമ്മുടെ മുമ്പിൽ വെച്ചത്. ആ സ്വഹാബത്തിന്റെ പേരും പറഞ്ഞ അനുയായികൾ ഞങ്ങൾ. ഒരു സെൻസ് ഭൂമിയുടെ പേരിൽ എത്ര തകരാറുകളാണ്, എത്ര തർക്കങ്ങളാണ്, മർദ്ദർ വരെ എത്താനുള്ള സാധ്യതകൾ പോലും നമുക്ക് നമ്മുടെ ലോകത്തിൽ കാണാൻ സാധ്യമാണ്. മാത്രമല്ല, ഒന്ന് കയർത്ത് സംസാരിച്ചതിന്റെ പേരിൽ വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്ന ഏട്ടനനിയന്മാരുണ്ട്, വാപ്പമക്കളുണ്ട്, അല്ലെ പെങ്ങന്മാരുണ്ട്. വർഷങ്ങളായി ഒന്ന് സംസാരിച്ചതിന്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക, നമുക്ക് മാതൃകമാ. കേവലം ബദറിന്റെ സന്ദേശം സ്റ്റാറ്റസുകളിൽ ഇട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ കൊട്ടിയാഘോഷിച്ചത് കൊണ്ടോ അതുമൂലം എന്തെങ്കിലും ഒരു വിപ്ലവം നടത്തിയത് കൊണ്ടോ ഇല്ല. അത് എന്റെ ജീവിതത്തിൽ മാതൃകയാകണം, എന്റെ ജീവിതത്തിലേക്ക് പാഠമാകണം എന്നുള്ള ഉറച്ച തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അതാണ് ഓരോ സ്റ്റെപ്പും, ബദറിന്റെ ഓരോ സാഹചര്യങ്ങളും, ഓരോ സെക്കൻഡുകളും, ഓരോ മണിക്കൂറുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലേക്ക് പാഠമുണ്ട്, എന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ബദറിൽ പാഠമുണ്ട്, എന്റെ രഹസ്യ ജീവിതത്തിലേക്ക് ബദറിൽ പാഠമുണ്ട്. കേവലം ഞാൻ മുസ്ലിമാനെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തൊരു കമീസും ധരിച്ച് തൊപ്പിയും ഇട്ട് ഞാനൊരു നോമ്പുകാരനെന്ന് നാട്ടുകാർക്ക് അറിയാൻ വേണ്ടി നടന്നത് കൊണ്ട് കാര്യമായില്ല. റമളാനിന്റെ ദിവസങ്ങൾ പൂർത്തിയായില്ല. പരസ്യ ജീവിതത്തിനേക്കാളേറെ രഹസ്യ ജീവിതം ഒന്ന് നോക്ക്. ആ രഹസ്യ ജീവിതത്തെ ഒന്ന് പരിശോധിക്ക. രഹസ്യ ജീവിതത്തെ തൂക്കി നോക്കാൻ, ആ വസ്ത്രത്തിന്റെ കളർ പറയാൻ, അതിന്റെ റേറ്റ് പറയാൻ, ധരിച്ച ടൊപ്പിയുടെ ബ്രാൻഡ് പറയാൻ, ഇട്ട ചെറുപ്പിന്റെ ബ്രാൻഡ് പറയാൻ നൂറുകണക്കിന് ആൾക്കാർ നാട്ടിലുണ്ടാകും. രഹസ്യ ജീവിതത്തെ കുറിച്ച് എണ്ണിത്തീർക്കാൻ, പരസ്യ ജീവിതത്തെ കുറിച്ച് എണ്ണിത്തീർക്കാൻ. രഹസ്യ ജീവിതത്തെ എണ്ണിത്തീർക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് പരിശോധന നടത്തണമെങ്കിൽ സ്വന്തമായി വേണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ, മറ്റൊരുത്തനില്ല. ആ ഞങ്ങൾ ഈ ഹയാത്തിന്റെ ജീവിതത്തിലായിരിക്കണം അതിന്റെ പരിശോധന. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പല രഹസ്യ ജീവിതത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കാൻ പിന്നെ സമയമില്ല, പിന്നെ അവസരങ്ങളില്ല, പിന്നെ അവിടെ സൗകര്യങ്ങളില്ല. അതാണ് അതിലേക്കുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ റമളാൻ. ആ രഹസ്യ ജീവിതത്തെ പരിശോധിക്കാൻ, അതിൽ കടന്നു വന്നിട്ടുള്ള അപാകതകൾ, അതിൽ കടന്നു വന്നിട്ടുള്ള അശ്ലീലതകൾ, അതിൽ കടന്നു വന്നിട്ടുള്ള തിന്മകൾ, എന്റെ കണ്ടുകൊണ്ട് ആരുമറിയാതെ ഞാൻ ചെയ്ത പാതിരാത്രിയുടെ തിന്മകൾ, എന്റെ കൈ കൊണ്ട് ഞാൻ നീക്കിവെച്ച വെബിന്റെ സൈറ്റുകൾ, ഞാൻ മാറ്റിവെച്ചിട്ടുള്ള അന്യ സ്ത്രീകളുടെ ചാട്ടുകൾ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, മറ്റുള്ളവന്റെ ഏഷണിയും പരദൂഷണവും പറയാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ എന്റെ അങ്ങാടിയിലെ ഒരു സ്ഥലം. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് സ്റ്റോപ്പ് ഉണ്ടാകണം, അതിലേക്കുള്ള ഒരു നിർത്തൽ ഉണ്ടാകണം. എപ്പോൾ? ഈ റമളാനിൽ, ആദ്യത്തിന്റെ റമളാനിൽ നമ്മുടെ കൂടെയുണ്ടായവർ ഈ റമളാനിന്റെ പകുതിയാകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഇല്ല. അനേകമായിരം ആൾക്കാർ നമ്മുടെ കൂടെയില്ല. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് അവർ സാക്ഷിയായി. റമളാനിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം ഒരുമിച്ച് തുറന്നതാ. ആദ്യത്തിന്റെ തറാവിയിലേക്ക് ഒരുമിച്ച് പള്ളിയിലേക്ക് പോയതാ. 17ന്റെ രാത്രിയാകുമ്പോഴത്തേക്കും, 17ന്റെ നോമ്പിന്റെ തറാവിയാകുമ്പോഴത്തേക്കും അവൻ എന്റെ കൂടെയില്ല, അവൻ തറാവിക്കന്റെ കൂടെയില്ല. പള്ളിക്കാട്ടിലേക്ക് അവൻ സാക്ഷിയായി, ഞാനും സാക്ഷിയാകാറുണ്ട്. അതുകൊണ്ട് ആ പള്ളിക്കാട്ടിലേക്ക് സാക്ഷിയാകുന്നതിന് മുമ്പ് എന്റെ റമളാൻ ഒരിക്കലും വെറുതെയായി നഷ്ടപ്പെട്ട റമളാനായി എന്നിൽ നിന്ന് മാറാൻ പാടില്ല. ഇല്ല റബ്ബേ, എന്റെ പാതിരാ സമയങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാൻ എന്റെ രഹസ്യ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറയാൻ എന്റെ ഈ ദിവസത്തിൽ ഞാൻ മാറ്റിവെക്കുമെന്നുള്ള തീരുമാനത്തില് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സന്നദ്ധമാവുക, തയ്യാറാവുക. പാതിരാ സമയങ്ങളിൽ കടന്നു വരിക, അള്ളാഹുവിലേക്ക് സുജൂദിന്റെ നെറ്റിത്തടങ്ങൾ ഇറക്കി വെക്കുക, കണ്ണുനീരുകൾ ഒഴുകട്ടെ, പാപങ്ങളെ കുറിച്ച് എണ്ണി പറയുക, അവിടെ പാപമോചനത്തിന് വേണ്ടി ഖേദിച്ച് മടങ്ങുക. പ്രിയപ്പെട്ടവരെ, ഖേദിക്കാൻ മക്കത്തിന്റെ ഭൂമി തന്നെയാകണമെന്നില്ല, അല്ലെങ്കിൽ മദീനയിലേക്ക് തന്നെ പോയിട്ടാകണമെന്നില്ല. പാപങ്ങൾ എവിടെയാണോ നിങ്ങൾ മടങ്ങുന്നത്
അള്ളാവിനോട് പ്രായശ്ചിതം എവിടെയാണോ നിങ്ങൾ മടങ്ങുന്നത്, അള്ളാഹു അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അടിമകൾ തയ്യാറാണെങ്കിൽ അള്ളാഹു അത് കേൾക്കാനും അതിലേക്ക് പരിഹാരമുണ്ടാക്കുവാനും റബ്ബ് തയ്യാറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി പാപമോചനം അധികരിപ്പിക്കുക. ആ സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, പറഞ്ഞുകൊണ്ടുവന്ന വിഷയം ബദറിന്റെ ഓരോ രംഗങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ബദർ എന്ന് പറഞ്ഞ ആ യുദ്ധം ചില്ലറ യുദ്ധമല്ല. അതൊരു രക്തം ചീന്താൻ വേണ്ടി നടന്ന കേവലം ഒരു യുദ്ധം മാത്രമല്ല. അതല്ലെങ്കിൽ ആരെങ്കിലും തോൽപ്പിക്കുവാൻ വേണ്ടി, ആരോടെങ്കിലും വാശി പുലർത്താൻ വേണ്ടി നടന്ന ഒരു യുദ്ധമല്ല. മറിച്ച് പാഠങ്ങൾ കൊണ്ട് ധന്യമാക്കിയ യുദ്ധമാണ്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. സാഹചര്യത്തിന്റെ ഈ മേഖലകളിൽ നമുക്ക് ഒരുപാട് ബദർ യുദ്ധത്തിൽ പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ധാരാളമായി പഠിക്കാൻ നാം ശ്രമിക്കണം. ധാരാളമായി പഠിക്കണം. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലെ, അത് പഠിക്കാൻ നാം സമയം കണ്ടെത്തണം. റമളാനിന്റെ ദിവസങ്ങളാണ്. എല്ലാ സമയങ്ങളും മൊബൈലിൽ തന്നെ ചിലവാക്കുക എന്നുള്ള സ്വഭാവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല. കുറെ സമയങ്ങൾ ഇത് പഠിക്കാൻ, ബദറിന്റെ ആ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ മഹോന്നതമായ സമയങ്ങൾ, സാഹചര്യങ്ങൾ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും, എന്താണോ എന്റെ ജീവിതത്തിലേക്ക് അതിൽ നിന്നുള്ള പാഠം എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ നമ്മോട് ഏറ്റവും കൂടുതൽ നൽകുന്ന പാഠം തൗഹീദാൻ, തവക്കുലാൻ. അത് അള്ളാഹുവിലേക്ക് മാത്രം എന്നുള്ള മഹിതമായ സന്ദേശമാണ്. ആ സന്ദേശം ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് തിരികെ പിടിക്കാം. കച്ചവടം നഷ്ടപ്പെട്ടാലും, കുടുംബം നഷ്ടപ്പെട്ടാലും, അതല്ലെങ്കിൽ ഏത് മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുവോ, എന്ത് തകരാറിലായാലും നമുക്ക് തിരികെ പിടിക്കാം. പക്ഷേ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ, തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്കത് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ആ ഹിദായത്തെ നിലനിർത്താൻ വേണ്ടി ധാരാളമായി, ഹൃദയത്തിൽ ഈമാൻ നിലനിർത്താൻ വേണ്ടി ധാരാളമായി റബ്ബിനോട് തേടുക. ധാരാളമായി പാപമോചനവുമായി റബ്ബിലേക്ക് സമയങ്ങളെ പ്രിയപ്പെട്ടവരെ ചിലവഴിക്കുക. ലൈലത്തുൽ ഖദ്റിന്റെ ദിനരാത്രങ്ങളാണ് നമുക്ക് സാക്ഷിയാകാൻ പോകുന്നത്. ആ ദിനരാത്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ 1000 മാസത്തിന്റെ പ്രതിഫലമാണ് ഓരോ ദിവസത്തിലും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഓരോ ദിവസത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക മുഅ്മിനീങ്ങളെ. കോടിക്കണക്കിന് രൂപകൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആർത്തിയോട് കൂടി, ധൃതിയോട് കൂടി ഒരു കച്ചവടം നടത്താൻ വേണ്ടി ഞങ്ങളൊക്കെ തയ്യാറാകുന്നവരാ, മനുഷ്യരാൻ. ആർത്തിയുണ്ട്, വ്യാമോഹമുണ്ട്, തയ്യാറാകുന്നത് തെറ്റല്ല. പക്ഷേ അതൊരു ദുനിയാവിന്റെ ആവശ്യം മാത്രമാണ്. അത് പാരത്രിക ജീവിതത്തിന്റെ ആവശ്യമല്ല. പക്ഷേ പാരത്രിക ജീവിതത്തിന്റെ ഒരാവശ്യം, ഒരു നേട്ടം, ഒരു പ്രതിഫലം, ഒരു വലിയ ലാഭത്തിന്റെ കച്ചവടം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ലൈലത്തുൽ ഖദ്ർ. അതിന് വേണ്ടി പ്രതീക്ഷിക്കുക. അതിലേക്ക് വേണ്ടി നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ക്രമക്കേടുകൾ നടത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റമളാൻ ധാരാളമായി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, എനിക്ക് എന്റെ റമളാൻ ഉപയോഗമാകണമെന്നുള്ള തീരുമാനത്തിലേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ഓരോരുത്തരും തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കി, ജീവിതത്തിന്റെ വലിയ ത്യാഗങ്ങൾ ഉണ്ടാക്കി, വലിയ മുതൽക്കൂട്ടമുണ്ടാക്കി, അമലുകളുടെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി പരലോകത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.